ശാലിനി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വീണ്ടും അതിനു മുമ്പ് ഒരു വിജയം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആദ്യമായി കൽപ്പറ്റ നഗരസഭയിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. കൽപ്പറ്റ നഗരസഭയിൽ പുള്ളിയാർമലയിൽ 2ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിക്ക് വിജയമുണ്ടായിരിക്കുകയാണ്. ആദ്യമായാണ് നഗരസഭയിൽ കൽപ്പറ്റ നഗരസഭയിൽ ഒരു താമര വിരിയുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ആകെ ഒരു BJP തരംഗം ഉണ്ടാവുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്തേക്ക് പാലക്കാട് ജില്ലയിലാകെ BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് കൽപ്പറ്റയിലെ സാഹചര്യം. മാത്രമല്ല നേരത്തെ മാവേലിക്കരയിൽ ആദ്യ വാർഡിൽ ജയം, 2ാം വാർഡിൽ മേഘനാഥൻ NDA സ്ഥാനാർത്ഥി മേഘനാഥൻ 176 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാവേലിക്കര BJP ടാർഗറ്റ് ചെയ്യുന്ന മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ്. ആലപ്പുഴ ജില്ലയിൽ മുനിസിപ്പാലിറ്റികൾ, ആലപ്പുഴ ജില്ലയിൽ 3 മുനിസിപ്പാലിറ്റികൾ, അത് മാവേലിക്കര, അതോടൊപ്പം തന്നെ ഹരിപ്പാട്, ചെങ്ങന്നൂർ, ഈ 3 മുനിസിപ്പാലിറ്റികൾ BJP. മാവേലിക്കരയിൽ 1ഉം 2ഉം വാർഡുകൾ BJP സ്ഥാനാർത്ഥികൾ ധന്യയും ഒപ്പം തന്നെ ഇപ്പോൾ മേഘനാഥൻ NDA സ്ഥാനാർത്ഥി മേഘനാഥനും വിജയിച്ചിരിക്കുകയാണ്. നേരെ നമുക്ക് പാലയിലേക്കൊന്ന് പോകണം. കാരണം പാല കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള അതിശക്തമായ മത്സരം നടക്കുകയാണ്. അവിടെ 3 സീറ്റുകളിൽ കേരള കോൺഗ്രസ് M വിജയിച്ചിരിക്കുകയാണ്. മാണിക്ക് ആദ്യഘട്ടത്തിൽ ജോസ് കെ മാണിക്ക് ഒന്ന് ആശ്വസിക്കാം, ഒന്ന് ശ്വാസം വിടാം. അതിശക്തമായ മത്സരം. എന്തായാലും ഒന്ന് വേഗം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു സ്ഥലമാണ് അനന്തപുരി. ശാലിനി പറയൂ, വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ശ്യാമ, തീർച്ചയായും ദേശീയ രാഷ്ട്രീയം തലസ്ഥാനത്തേക്ക് ഉറ്റുനോക്കുകയാണ്. ആ ഉറ്റുനോക്കുന്നതിന്റെ മാറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വോട്ടർമാരുടെ ആ വോട്ട്. ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് NDA നൽകിക്കൊണ്ടിരിക്കുന്നത്. NDAയും ഒപ്പം തന്നെ CPMഉം ഇഞ്ചോടിഞ്ച് മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നു. NDAക്ക് 4 സീറ്റുകളിൽ ഇപ്പോൾ ഏകദേശ വിജയം ഉറപ്പിച്ചു എന്ന് തന്നെ പറയുന്ന രീതിയിലുള്ള ലീഡിലേക്ക് എത്തിയിരിക്കുകയാണ്. UDF 2 ഇടങ്ങളിലാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. UDF 5 ഇടങ്ങളിലും LDF 5 ഇടങ്ങളിലും ലീഡ് ചെയ്യുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച പേട്ട വാർഡിൽ 93 വോട്ടിന്റെ ലീഡിൽ ഇപ്പോൾ SB ദീപക് LDFന്റെ മേയർ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മുട്ടടയിൽ വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട, വലിയ രീതിയിൽ ചർച്ചയ്ക്കിടയുണ്ടാക്കിയ ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ ഇല്ലാതാകുമെന്ന് വിചാരിച്ച ആ മുട്ടട വാർഡിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെ UDF ഉയർത്തിക്കാട്ടിയ UDFന്റെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള വൈഷ്ണ പിന്നിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിലവിൽ ഇപ്പോൾ മത്സരം നടക്കുന്നത് CPMഉം അല്ലെങ്കിൽ ആ ഒരു പോരാട്ടം ഇഞ്ചോടിഞ്ചുള്ള മത്സരം നടക്കുന്നത് BJPയും CPMഉം തമ്മിലാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്നാലും പോസ്റ്റൽ ബാലറ്റുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. EVMഉം എണ്ണി തുടങ്ങിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് തലസ്ഥാന നഗരം പിടിക്കാൻ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത്. ഈ 2 ഡിവിഷനുകളിൽ NDA ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ചാലയും ശ്രീവരാഹത്തും. നേരെ പള്ളിക്കത്തോടിലേക്ക് പോകാം. BJP അധികാരത്തിലിരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്താണ് പള്ളിക്കത്തോട്. 2ാം വാർഡിൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗിരീഷ് കുമാർ വിജയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കോട്ടയം ജില്ലയിൽ 2 ഗ്രാമപഞ്ചായത്തുകൾ BJP ഭരിച്ചിരുന്നു. അതൊന്ന് മുത്തോലിയും മറ്റൊന്ന് പള്ളിക്കത്തോടുമാണ്. ഇപ്പോൾ പള്ളിക്കത്തോട്ടിൽ ആദ്യ വിജയം BJP നേടിയിരിക്കുന്നു എന്നത് കോട്ടയം ജില്ലയിലെ ഷൊർണൂർ നഗരസഭ കൂടി ഒന്ന് വളരെ വേഗം 6 വാർഡുകളാണ് ഇപ്പോൾ കൃത്യമായിട്ട് റിസൾട്ട് വന്നിരിക്കുന്നത്. അതിൽ 2, 3, 4 വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. LDF 3 വാർഡുകൾ വിജയിച്ചിരിക്കുന്നു. അതായത് ഒപ്പത്തിനൊപ്പം 6 വാർഡുകളിൽ റിസൾട്ടുകൾ വന്നപ്പോൾ ഷൊർണൂർ നഗരസഭയിൽ 3-3 എന്ന രീതിയിലാണ് ശക്തമായ മുന്നേറ്റം. അവിടെ എടുക്കാൻ പോലും UDF കാണുന്നില്ല എന്നൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ അടുത്ത സാഹചര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. കണ്ണൂരിലേക്ക് പോകാം. മിഥുൻ പിള്ള റെഡിയാണ്. മിഥുൻ, ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്ന ഘട്ടത്തിൽ കണ്ണൂരിൽ ആർക്കാണ് മുന്നേറ്റം? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനാണ് UDFനൊപ്പം നിന്നത്. ബാക്കി സ്ഥലങ്ങളിൽ തിരിച്ചടിയേറ്റപ്പോഴും ഈ തവണ സാഹചര്യം എന്താണ്? ഒപ്പം തലശ്ശേരിയിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ BJP കഴിഞ്ഞ തവണ 8 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. 19 2ാം സ്ഥാനത്തായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു അപ്ഡേറ്റ് കൂടി പറയട്ടെ. ഷൊർണൂർ നഗരസഭ വാർഡ് 2 കണയം ഈസ്റ്റിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. സിനി മനോജാണ് വിജയിച്ചത്. 143 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. ഓവർ ടു മിഥുൻ. ശ്യാമ, ഇപ്പോൾ കണ്ണൂരിൽ
വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റിൽ BJP മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 8 സീറ്റുകളാണ് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഉണ്ടായത്. 19 ഇടത്ത് 2ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഒരു സീറ്റിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന നില കാണുന്നത്. മറ്റ് മുനിസിപ്പാലിറ്റികളിലേക്ക് വരികയാണെങ്കിൽ 7 ഇടത്ത് LDFും 2 ഇടത്ത് ഒരിടത്ത് UDFും എന്നുള്ള നിലയിലാണ് നിലവിലുള്ളത്. ഏതായാലും തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 7 ഇടത്താണ് LDF നിലവിൽ 7 ഗ്രാമപഞ്ചായത്തുകളിൽ LDF മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ 5 ഇടത്ത് LDF മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ UDF 2 ഇടത്താണ് മുനിസിപ്പാലിറ്റികളിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ശ്യാം, പാലായിൽ കടുത്ത പോര്. കഴിഞ്ഞ തവണ 6 ഇടത്തും ജയിച്ച LDF സ്ഥാനാർത്ഥികൾ ജയിച്ച മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDFന് 4 ഇടത്ത് മാത്രമേ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നേരെ ആലപ്പുഴയിലേക്ക് പോകാം. കാരണം അവിടെ മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ BJP വലിയ മുന്നേറ്റം നടത്തുകയാണ്. ഒപ്പം ചെങ്ങന്നൂര്, ഹരിപ്പാട് തുടങ്ങിയ മുനിസിപ്പാലിറ്റികളിലും അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ഈ മാവേലിക്കരയിൽ ആദ്യഘട്ടത്തിൽ BJP ഏതാണ്ട് 4 വാർഡുകളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. പല വാർഡുകളിലും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം അവിടുത്തെ മറ്റ് നഗരസഭകൾ ഹരിപ്പാട്, ഒപ്പം ചെങ്ങന്നൂർ തുടങ്ങിയ നഗരസഭകളിൽ ഇപ്പോൾ ആർക്കാണ് ലീഡ്? പറയൂ സുധീഷ്. ഇപ്പോൾ മാവേലിക്കര നഗരസഭയിലെ ആദ്യ 1, 2 വാർഡുകളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ ധന്യയും അതോടൊപ്പം തന്നെ മേഘനാഥനും ജയിച്ചു. 3, 4 വാർഡുകളിൽ UDF ആണ് വിജയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആലപ്പുഴ നഗരസഭയിലും 2 വാർഡുകളിൽ BJP ലീഡ് ചെയ്യുന്നു എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിലടക്കം വലിയ രീതിയിൽ NDA മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തഴക്കര പഞ്ചായത്തായാലും അതോടൊപ്പം തന്നെ തിരുവമ്പണ്ടൂർ പഞ്ചായത്തിലും എല്ലാം തന്നെ BJPക്ക് നേട്ടമുണ്ടാകുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ രീതിയിൽ വലിയ മുന്നേറ്റം ആലപ്പുഴ ജില്ലയിൽ NDA ഉണ്ടാക്കുന്നു എന്ന ഒരു ട്രെൻഡ് തന്നെയാണ് നമുക്ക് ആദ്യ നിമിഷങ്ങളിൽ പുറത്തു വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മാവേലിക്കര നഗരസഭ തന്നെ. കഴിഞ്ഞ തവണ 9-9-8-2 എന്ന നിലയിൽ വന്നതായിരുന്നു. അവിടെ UDF 4.5 വർഷവും എന്നിട്ടും UDF 4.5 വർഷവും അവസാന 6 മാസം സ്വതന്ത്രനും ഭരിച്ച ഒരു നഗരസഭയാണ് മാവേലിക്കര. അവിടെ ഇപ്പോൾ ആദ്യ 2 വാർഡുകളിൽ BJP വിജയിച്ചിരിക്കുന്നു. മറ്റ് 2 വാർഡുകളിൽ UDFിലെ ഗോപനും ശോഭയും വിജയിച്ചിരിക്കുന്നത്. മറ്റു ഫലങ്ങൾ 4 വാർഡുകളിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ 2 BJP വിജയിച്ചിരിക്കുകയാണ്. മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് അനുകൂലമായ സാഹചര്യം പത്തനംതിട്ടയിൽ 9 ഗ്രാമപഞ്ചായത്തുകളിൽ BJPയുടെ മുന്നേറ്റം ഇപ്പോൾ ഈ നിമിഷം കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം കൽപ്പറ്റയിൽ ചരിത്രം എഴുതിയിരിക്കുകയാണ് BJP. ആദ്യമായി നഗരസഭയിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത്, അതായത് പാലക്കാട് ജില്ലയിലെ തന്നെ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അവിടെ 3 സീറ്റുകളിൽ LDFും 2 സീറ്റിൽ BJPയും ലീഡ് ചെയ്യുകയാണ്. നമുക്കറിയാം മലമ്പുഴ ഒരു കാലത്ത് CPMന്റെ ശക്തി കേന്ദ്രമായിരുന്നു. VS അച്യുതാനന്ദനൊക്കെ മത്സരിച്ച് പലതവണ വിജയിച്ച നിയമസഭാ ഒരുപാട് വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട, ചോദ്യം ചെയ്യപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ഒപ്പം BJP അവിടെ കയറി വരികയാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് BJP എത്തിയിരുന്നു. C കൃഷ്ണകുമാർ ഇപ്പോഴത്തെ സംസ്ഥാന ഉപാധ്യക്ഷൻ, അദ്ദേഹം 2 തവണ അവിടെ 2ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJP 2ാം സ്ഥാനത്തെത്തി. മുനിസിപ്പാലിറ്റികൾ ഒന്ന് വേഗത്തിൽ പറയാം ഗൗതം. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 2 ഇടത്ത് LDFിനാണ് മുൻതൂക്കം. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 14 ഇടത്ത് LDFിനും ഒപ്പം 1 ഇടത്ത് UDFിനുമാണ് മുൻതൂക്കമുള്ളത്. വർക്കല മുനിസിപ്പാലിറ്റിയിൽ LDFിന് 5 ഇടത്ത് മുൻതൂക്കമുണ്ട് എന്നതാണ്. വീണ്ടും ശ്രദ്ധ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോവുകയാണ് ഗൗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയും LDFും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ ഈ നിമിഷം കാണാൻ സാധിക്കുന്നത്. 2 ഇടത്ത് മാത്രമാണ് UDFിന് മുൻതൂക്കമുള്ളത്. 5 സീറ്റുകൾ വീതമാണ് NDAയും LDFും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം ശ്യാമെ, നമുക്ക് തിരുവനന്തപുരത്തെ മറ്റ് നഗരസഭകളിലേക്ക് കൂടി പോകാം. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ LDFിന്റെ ലീഡാണ്. LDF അധികാരത്തിലുള്ള ഒരു നഗരസഭയാണ്. അവിടെ 2 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നുണ്ട്. നെടുമങ്ങാട്, അവിടെയും LDFിന് അനുകൂലമായ സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ വർക്കല മുനിസിപ്പാലിറ്റിയിൽ 5 സീറ്റുകളിൽ LDF, അതായത് തിരുവനന്തപുരം നഗരസഭകളിൽ ഇപ്പോൾ LDFിനാണ് ആദ്യഘട്ടത്തിൽ തരംഗമുണ്ടാകുന്നത്. പക്ഷേ കോർപ്പറേഷനിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല. LDFിനും BJPക്കും ഇടയിൽ അതിശക്തമായ മത്സരം തിരുവനന്തപുരം. അതായത് ഒരു പോയിന്റ് ഉണ്ട്, BJP വേഴ്സസ് CPM. അത് മാത്രമാണ്. അപ്രസക്തമാണ്. കോൺഗ്രസ് വീണ്ടും 2020 തന്നെ ആവർത്തിക്കുമോ എന്നതാണ് ഇവിടെ ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് അപ്രസക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നടക്കുന്നത്. തൊടുപുഴ നഗരസഭ 20 വാർഡിൽ വാർഡ് 21 UDF ജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒപ്പം വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റ്. കൂത്തുപറമ്പ് വാർഡ്
വാർഡ് 4 പാലാപ്പറമ്പ് വി രമിത BJP സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. പന്തളം നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുന്ന പന്തളത്തിന്റെ ആദ്യ സൂചനകൾ എന്താണ്? ഗോകുൽ അവിടെ തയ്യാറാണ്. ഗോകുൽ, പത്തനംതിട്ട BJPക്ക് വലിയ പ്രതീക്ഷയുള്ള ജില്ലയാണ്. ഏതാണ്ട് 9 വാർഡുകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ തന്നെ BJP ലീഡ് ചെയ്യുന്നതോടൊപ്പം നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ പന്തളത്ത് എന്താണ് സംഭവിക്കുന്നത്? കാരണം പാലക്കാടിന് ശേഷം BJP അധികാരത്തിൽ വന്ന രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയാണ് അവിടുത്തെ. പറയൂ ഗോകുൽ. ശ്യാമ ഗൗതം, നിലവിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ നിമിഷങ്ങളിൽ ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പന്തളം NSS കോളേജിലാണ്. ഇവിടെയാണ് പന്തളം നഗരസഭ അതുപോലെ തന്നെ ആറന്മുള അടക്കമുള്ള പഞ്ചായത്തുകളിലെയും ഒക്കെ തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ പന്തളം നഗരസഭയിലെ പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ മുന്നേറ്റം തന്നെയാണ് NDA പന്തളത്തടക്കം പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ഫലസൂചനകൾ പ്രകാരം 11 പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ കാര്യം തന്നെയാണ്. നിലവിൽ 3 ഗ്രാമപഞ്ചായത്തുകൾ BJP ഭരിക്കുന്നതാണ് പത്തനംതിട്ടയിൽ. ഇക്കുറി അതിൻ്റെ 3 ഇരട്ടിയിലധികം പഞ്ചായത്തുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു BJPയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. എന്തായാലും ആദ്യ ഫലസൂചനകൾ ആ ലക്ഷ്യത്തിലേക്ക് BJPയും NDA മുന്നണിയും അടുക്കുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. 11 ഗ്രാമപഞ്ചായത്തുകളിൽ NDA മുന്നേറ്റം ഇപ്പോൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ പന്തളം നഗരസഭയിലടക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതേ രീതിയിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഒരു നിമിഷം, 7 കണ്ണമ്മൂലയിൽ NDAയുടെ ലീഡ് ഇപ്പോൾ പറയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീവരാഹം, മണക്കാട്, ചാല, ഫോർട്ട്, പെരിന്താന്നി, ഒപ്പം കണ്ണമ്മൂല, ഇവിടെയൊക്കെ NDAയുടെ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ സുപ്രധാനമായ കാസർഗോഡ്, ഞാനതാണ് പറഞ്ഞത്. തിരുവനന്തപുരത്തും കാസർഗോഡും BJPയുടെ മുന്നേറ്റമാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ 7 സീറ്റുകളിൽ NDA മുന്നിൽ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരട്ടെ. കണ്ണമ്മൂല ശ്രീകണ്ഠേശ്വരം സിറ്റിംഗ് വാർഡാണ്. അവിടെയും BJP മുന്നോട്ട് പോവുകയാണ്. ചാല ശ്രീവരാഹം, എന്തായാലും അവിടെ മുന്നോട്ട് വരുന്നു. വീണ്ടും കാസർഗോഡേക്ക് പോവാം. വേളൂർ പഞ്ചായത്തിൽ BJP മുന്നോട്ട് നിൽക്കുകയാണ്. കാസർഗോഡും തിരുവനന്തപുരത്തുമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചില മാരാർജി ഭവനിൽ ഇരുന്ന് വലിയ രീതിയിൽ തന്നെ ആശ്വസിക്കാവുന്ന ചില റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. വേലൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ BJPയുടെ കാസർഗോഡ് സിറ്റിംഗ് പഞ്ചായത്തുകളിൽ ഒന്നാണ്. 4 പഞ്ചായത്തുകൾ BJP നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഭരിക്കുന്നുണ്ട്. നഗരസഭയിൽ വ്യക്തമായ ലീഡ് NDAക്ക് ഈ എസ്റ്റേറ്റ്, ശ്രീവരാഹം, ചാല, മണക്കാട് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പാലക്കാട്ടേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഷൊർണൂർ നഗരസഭയിൽ NDA 5 സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു, LDF 4 സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നപ്പോൾ സ്വാഭാവികമായും മുന്നേറ്റം അവിടെ NDAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഷൊർണൂർ നഗരസഭ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന നഗരസഭകളിൽ ഒന്നാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 5 സീറ്റുകളിൽ NDAക്ക് മുൻതൂക്കം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള NDA സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 23 LDF ആണ്, UDF 11 നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ LDFന് കഴിയും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും തിരുവനന്തപുരമാണ് വളരെ പ്രധാന